ഗ്ലോറിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാവരും, നമ്മളെല്ലാ മനുഷ്യരും സമൂഹത്തിലായിരിക്കുന്ന ഒട്ടുമിക്ക ജനങ്ങൾക്കുമുള്ളൊരു ആഗ്രഹമാണ്, എവിടെ ആയിരിക്കുമ്പോഴും നമ്മൾ അല്പം ശ്രദ്ധിക്കപ്പെടണം, എവിടെ ആയിരിക്കുമ്പോഴും നമ്മൾക്ക് അല്പം അധികാരമുണ്ടായിരിക്കണം. ചില അധികാരവും പദവിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സമൂഹത്തിൽ ഒരു കിരീടം വെച്ച രാജാവിനെ പോലെ എന്തോ ആണെന്നുള്ളൊരു ഭാവവും ആ പ്രവൃത്തിയിലും ഓടി നടക്കാനും ഒക്കെ നമുക്കൊരു താല്പര്യമുണ്ടാകും. ഇന്ന് ദൈവം തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തരികയാണ്, 1 പത്രോസ് 5:4 ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. ഈശോ സ്നേഹം നിറഞ്ഞവരെ, രാജാക്കന്മാരുടെ രാജാവ്, ഇടയന്മാരുടെ രാജാവ്, കിരീടമില്ലാതെ ഉള്ളവൻ നസ്രയനായ യേശു ഉണ്ണിയായി പിറന്നതിൻ്റെ ആ ജന്മദിനത്തിൻ്റെ ദിവസങ്ങളിലേക്കൊക്കെ നമ്മളെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് ഇന്ന് എന്താണ് പറഞ്ഞു തരുന്നത് നോക്കാം. രാജാവിൻ്റെ കിരീടം കൊണ്ട് നടക്കുന്നവർ രാജാവിൻ്റെ സ്വന്തമാകുന്നത് പോലെ നിന്നിൽ വിശുദ്ധിയുടെ കിരീടം അവൻ ചാർത്തുമ്പോൾ നീ പുതിയ സൃഷ്ടിയാവും. കർത്താവേ, അങ്ങയുടെ ജീവൻ്റെ കിരീടം എനിക്ക് സമ്മാനിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നീയും ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ വായിച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ നീതിയോടെ, ഭക്തിയോടെ, വിശുദ്ധിയോടെയൊക്കെ നിൽക്കുമ്പോൾ തമ്പുരാൻ ആ കിരീടം ഉള്ളവൻ തിരികെ വരുമ്പോൾ നിന്നെയും കിരീടമണിഞ്ഞ ആ കിരീടമണിയാനായിട്ട് രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഈശോ സ്നേഹം നിറഞ്ഞവരെയും, ഈ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ അല്പം വിശുദ്ധിയോടും ഭക്തിയോടും അനുതാപത്തോടും പശ്ചാത്താപത്തോടും ഒക്കെ ഒന്ന് ഒരുങ്ങുവാനായിട്ട് ഈശോ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നത് പോലെ തോന്നുന്നില്ലേ? കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും, നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ ഒരു രാജകീയ മകുടവും. യെശയ്യാ 62:3 പറഞ്ഞു തരുന്നു. നമുക്ക് അനുദപിക്കാം, കർത്താവിൻ്റെ കയ്യിൽ ചെറിയൊരു കിരീടമാകുവാൻ ശ്രമിക്കാം. ആമേൻ. This is a sweet and bitter spiritual program. Join with us in sharing